നമസ്കാരം. നമസ്കാരം. ഈ KSRTC ബസ് കണ്ടിട്ടില്ലേ? വെള്ളാന. വെള്ളാന. ആ വെള്ളാനയ്ക്ക് കൊമ്പുണ്ടോ? അതിന് നല്ല ഉഗ്രൻ കൊമ്പുണ്ട്. നന്നായിട്ട് നമ്മളത് കുത്തുന്നുമുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമാണ്. അതായത് KSRTC രാജകാലത്ത്, ചിത്ര തിരുനാളിൻ്റെ കാലത്ത് രൂപീകരിച്ച ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങളെ സേവിക്കുക എന്നതായിരുന്നു അതിൻ്റെ മുഖമുദ്ര. അതനുസരിച്ചാണ് അത് ചെയ്തത്. അപ്പോൾ TSTD, ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലാണ് ഇത് അദ്ദേഹം തുടങ്ങുന്നത്. കുറഞ്ഞ ചിലവിൽ ജനങ്ങൾക്ക് യാത്രാ സൗകര്യം, സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനുള്ള ആ ഒരു അവസരവും ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. കാലത്തിൻ്റെ പുരോഗതിയുടെ ഒരു കൈമുദ്രയായിട്ട് ഇന്നും KSRTCയിൽ ആ രാജമുദ്രയുണ്ട്. 2 ആനകളും അശോക ചക്രവുമായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ. അപ്പോൾ ഇത് വളർന്ന് പിന്നീട് 1965 സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ KSRTC ആയിട്ട് മാറി, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അപ്പോൾ എന്നും കേരളത്തിൽ വിവാദത്തിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് KSRTC. സർക്കാരിൻ്റെ ഭരണ പരാജയത്തിൻ്റെ ഉദാഹരണമായിട്ട് പലപ്പോഴും ചൂണ്ടിക്കാണിക്കും. നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ നിരന്തരം ചർച്ചയിൽ KSRTC എന്ന് നന്നാകും എന്നൊക്കെ ചോദിക്കാറുണ്ട്. അഴിമതിയുടെ കൊള്ളയുടെ ഒക്കെ ഒരു ഉത്തരം കേട്ട അതുകൊണ്ടാണ് വെള്ളാന എന്ന് നമ്മൾ എല്ലാത്തിനും പറയുന്നത്. ഒരുപക്ഷെ ഇത് കണ്ടിട്ടായിരിക്കും. അതെ, ഈ അഴിമതി എന്ന് പറയുന്നത് KSRTCയുടെ ഒരു മുഖമുദ്രയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഈ പർച്ചേസിംഗ് എന്നും പറഞ്ഞൊരു സംവിധാനത്തിലൂടെ, രാഷ്ട്രീയ നിയമനത്തിലൂടെ, രാഷ്ട്രീയ സംരക്ഷണത്തിലൂടെ ഒക്കെയാണ് ഇത് നടക്കുന്നത്. അപ്പം ഇതിന് അതുകൊണ്ട് തന്നെ KSRTCക്ക് വളർച്ചയല്ല, തളർച്ചയാണ് ഉണ്ടാകുന്നത്. ടോമിൻ ജെ തച്ചങ്കരി MD ആയിരുന്ന സമയത്ത് KSRTC ലാഭത്തിലേക്ക് വന്നു. അന്ന് ഗണേഷ് കുമാർ ആയിരുന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. ലാഭത്തിലേക്ക് വന്നു ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരെ യൂണിയനുകളെല്ലാം തിരിഞ്ഞു. അതായത് KSRTCയെ കൊണ്ട് ഗുണമുണ്ടാകേണ്ട, അത് ലാഭത്തിലായാൽ പ്രയോജനമുള്ള ആൾക്കാർ തന്നെ യൂണിയൻ ബേസിൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് മുറവിളി കൂട്ടി. ഓർമ്മയുണ്ട്. ഒരു അശോക് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി KSEBയിൽ ഇരുന്നപ്പോൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അദ്ദേഹത്തെ മാറ്റി. ഇതേപോലെ തന്നെ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി, അദ്ദേഹത്തെ മാറ്റി. അതിനുശേഷം ഗ്രാഫ് പഴയ പോലെ താഴേക്ക് തന്നെ വന്നു. ടോം തച്ചങ്കരി വണ്ടിയിലൊക്കെ കയറി കണ്ടക്ടർ വേഷം കിട്ടിയൊക്കെ ചെയ്തതൊക്കെ ഓർമ്മയുണ്ടോ? അതെ, അദ്ദേഹം പോലീസിന്റെ രീതിയിൽ തന്നെ KSRTC ഭരിക്കുന്നു എന്നാണ് അപ്പോൾ പരാതി. ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതായത് എങ്ങനെയാണോ ട്രഡീഷണലി KSRTC പോകുന്നത് അതേപോലെ പോകണമെന്നുള്ളത്. നമ്മുടെ KSRTC ഓർഡിനറി ബസ്സുകൾ സാർ കാണാനുണ്ടോ? ഇപ്പൊ വളരെ കുറവാണ്, ചുരുക്കിയ കാണുന്നത്. നമ്മളെ രാജ്യത്തെ ആൾക്കാർ നന്നായിട്ട് പുരോഗമിച്ചു. ഓർഡിനറി ബസ്സുകൾ വേണ്ട, അവർക്ക് AC ബസ്സുകൾ മതി, അല്ലെ എല്ലാവർക്കും കാറായി എന്നതാണ് അതിന് കാരണമായിട്ട് കരുതുന്നത്. അല്ല, അതായത് KSRTC തന്ത്രപരമായി ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അവർ പോലും അറിയാതെ പൈസ എടുക്കുന്നുണ്ട്. അതായത് ഏറ്റവും ജനത്തിരക്കുള്ള KSRTC സർവീസ് ആവശ്യമുള്ള സമയം എപ്പോഴൊക്കെയാണ്? രാവിലെ വൈകുന്നേരമുള്ള സമയങ്ങളിലാണ്. ഈ സമയത്ത് നമ്മൾ മഷിയിട്ട് നോക്കിയാൽ ഓർഡിനറി ബസ്സിനെ കാണാൻ പറ്റില്ല. ആ സമയത്ത് നിരയായിട്ട് തുടർച്ചയായിട്ട് വരുന്നത് സൂപ്പർ ഫാസ്റ്റ്, ഡീലക്സ് ബസ്സുകൾ, ഫാസ്റ്റ് പാസഞ്ചറുകൾ, സ്വിഫ്റ്റുകൾ, ഇതാണ് വരുന്നത്. പക്ഷെ ഇത് എല്ലാ സ്റ്റോപ്പിലും നിർത്തില്ലല്ലോ. അതിന് 5 കിലോമീറ്ററിനുള്ളിൽ സ്റ്റോപ്പുകൾ വെച്ചിട്ടുണ്ട്. സാധാരണ ഒരു മലയാളിയുടെ സഞ്ചാരം KSRTC ഓർഡിനറിയെ ആശ്രയിക്കുന്നത് ഈ 4-5 കിലോമീറ്റർ യാത്ര ചെയ്യാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. ആ സ്ഥാനത്ത് ഈ ബസ്സുകൾ കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും? കിട്ടുന്നതിൽ കയറും. കാരണം സമയത്ത് ഓഫീസിലെത്തിയില്ലെങ്കിൽ ചീത്ത കേൾക്കേണ്ടി വരും. രാത്രി വൈകി വീട്ടിലെത്തിയാലും പ്രശ്നമാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. ഈ 2 സമയങ്ങളിലും നമ്മൾ നിരത്തിൽ നോക്കിയാൽ സൂപ്പർ ഫാസ്റ്റുകളുടെ ഒരു പ്രളയമാണ്. അതല്ലാതെ മറ്റൊന്നുമില്ല. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. സൂപ്പർ ഫാസ്റ്റുകൾ കൊണ്ടുവരുന്ന ആ ഒരു യാത്ര എന്ന് പറയുന്നത് ഓർഡിനറിയേക്കാൾ കഷ്ടമാണ്. തിങ്ങി ഞെരുങ്ങി നമ്മളൊരു ഉയർന്ന ക്ലാസ്സിലുള്ള യാത്ര ആസ്വദിക്കുക എന്ന് പറയുന്നത് അതിലെ സൗകര്യങ്ങൾ അധിക ചാർജ് നൽകിയാണ് പോകുന്നത്. ആണല്ലോ, കൂടുതൽ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയല്ലേ. എന്താണ് അതിൽ അധികമായിട്ടുള്ളത്? സൂപ്പർ ഫാസ്റ്റ് എന്ന പേര്, പിന്നെ ഉയർന്ന ടിക്കറ്റ് നിരക്ക്.
പിന്നെ അതിൻ്റെ നിൽക്കുന്ന ഇടങ്ങളിലുള്ള വ്യത്യാസം, കിലോമീറ്ററുള്ള വ്യത്യാസം, സ്റ്റോപ്പുകളുടെ വ്യത്യാസം, ഇത്ര മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ സാധാരണ ഈ ഓർഡിനറി ബസ്സിൽ, ലോക്കൽ ബസ്സിൽ പോയാൽ ചിലവാകുന്ന പൈസയുടെ ഇരട്ടിയിൽ കൂടുതൽ തുകയാണ് നമ്മൾ കൊടുത്ത് ഓരോ ദിനവും മലയാളി യാത്ര ചെയ്യുന്നത്. അതെ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2 വീലറിൽ പോയാൽ അപകട സാധ്യത, വെയില്, പൊടി, മഴ ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. തന്നെയല്ല എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളോ ഹെൽമെറ്റ് തുടങ്ങി കുറെ പ്രയാസങ്ങളുള്ളവരൊക്കെ ഉണ്ട്. അല്ല, ഇപ്പൊ ശരിക്കും എന്താണ് ഇപ്പൊ സാർ പറഞ്ഞു വരുന്നത്? ഈ പ്രൈവറ്റ് ബസ്സുകളെ സഹായിക്കുക എന്നുള്ളതാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്? ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ഫെയർ എന്ന് പറയുന്നത് മിനിമം ചാർജ് 10 രൂപ തന്നെയാണ്. KSRTC ഓർഡിനറിയെ പോലെ തന്നെയാണ്. അവർക്ക് ഉയർന്ന ഫെയർ ഇല്ലെന്നുള്ള സാധനം അറിയാമല്ലോ. പക്ഷെ പ്രൈവറ്റ് ബസ്സുകൾ പലപ്പോഴും KSRTCയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട്, ഫാസ്റ്റിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് ആൾക്കാരെ എത്തിക്കുന്നുണ്ട്. അവരുടെ പെരുമാറ്റം നല്ലതാണോ മോശം എന്നുള്ളതൊക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ പോലും സാധാരണക്കാരന് എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് മിനിമം തുകയിൽ പ്രൈവറ്റ് ബസ് സർവീസ് ഉള്ളപ്പോൾ എത്ര പേര് KSRTCയെ ആശ്രയിക്കും? ഒരു ഗണ്യമായ വിഭാഗം എങ്ങോട്ട് പോകും? ദൈനംദിന യാത്രയാണെന്ന് ഓർക്കണം. ഓരോ ദിവസം പകലിൽ നിന്ന് മാറുന്ന പൈസ എങ്ങോട്ട് പോകും? പ്രൈവറ്റിലേക്ക് പോകും. ഈ പ്രൈവറ്റിലേക്ക് പോകുന്നു എന്നതിന് അപ്പുറം വേറൊരു രഹസ്യമുണ്ട്. 2022 ശേഷം സർക്കാർ ടിക്കറ്റ് ചാർജ് കൂട്ടിയിട്ടില്ല. അപ്പൊ അത് വലിയ നേട്ടമായിട്ടല്ലേ പറയുന്നത്? എന്തിനാ സർക്കാർ ടിക്കറ്റ് ചാർജ് കൂട്ടുന്നത്? ഇപ്പൊ 10 രൂപ എന്ന് പറയുന്നത് 12, 13, 14 ഒക്കെ ആയിട്ട് കൂട്ടാനായിട്ട് പറ്റും. വലിയ ബഹളങ്ങൾ, ഒരു ദിവസത്തെ സമരമൊക്കെ ഉണ്ടാകും. വേണേൽ ഹർത്താലൊക്കെ നടക്കും പ്രതിപക്ഷ കക്ഷികൾ. അത് നിലവിൽ വരും. പക്ഷെ ഈ പങ്കപ്പാടൊന്നും വേണ്ടല്ലോ. നേരെ വളരെ ബുദ്ധിപരമായിട്ട് ആ ഓർഡിനറിയുടെ ലഭ്യത കുറഞ്ഞാൽ ഇതിലേക്ക് പോകുമ്പോൾ അതിന്റെ മിനിമം ചാർജ് ചെയ്യട്ടെ. ഓർഡിനറിക്ക് 10 രൂപ മിനിമം ചാർജ്. എത്ര കിലോമീറ്റർ? 2.5 കിലോമീറ്റർ പോകാം. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിന് 1 രൂപ വെച്ച് കൂടും. ഇത് തന്നെ ഫാസ്റ്റ് ആകുമ്പോൾ 15 രൂപയാണ്. അപ്പോൾ 10 രൂപയ്ക്ക് പോകേണ്ടയാൾ 15 രൂപയ്ക്ക് യാത്ര ചെയ്തു ഫാസ്റ്റിലാകുമ്പോൾ. സൂപ്പർ ഫാസ്റ്റ് ആകുമ്പോൾ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രകാരമാണെങ്കിൽ 22, 35, 60 തുടങ്ങിയ റേറ്റുകളാണ്. അതായത് വോൾവോ 60, സൂപ്പർ എക്സ്പ്രസിന് 35, അത് സ്വിഫ്റ്റ് ആയിരിക്കാം ഉദ്ദേശിക്കുന്നത്. സൂപ്പർ ഫാസ്റ്റ് 22 എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ തന്നെ സാധാരണ ഒരു വ്യക്തിയുടെ മിനിമം ചാർജാണിതെന്ന് ഓർക്കണം. ഈ മിനിമം ചാർജിൽ 2.5 കിലോമീറ്റർ പോകാമെങ്കിൽ, ഒരു പക്ഷേ അയാൾ 5 കിലോമീറ്റർ പോകണമെങ്കിൽ അയാൾക്ക് വരുന്ന തുകയെന്ന് പറയുന്നത് 10, 15 രൂപയാണെങ്കിൽ ഇവിടെ മിനിമം ചാർജിൽ അതിൽ 22, 35, 60 രൂപയിലേക്ക് അത് മാറിയിരിക്കും. എങ്ങനെയുണ്ട് KSRTCയുടെ ഈ ബുദ്ധിപരമായ സാമ്പത്തിക ശാസ്ത്രം? KSRTC ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനും എടുക്കലാണ്. അതുപോലെ തന്നെ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ സേവനമാണെങ്കിൽ ഓർഡിനറി ബസ്സുകളാണ് അനവധിയായിട്ട് ഇടേണ്ടത് ഇവിടെ. കാരണം സാധാരണക്കാരൻ അതാണ് നോക്കുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ അധിക ദീർഘദൂര ബസ്സുകൾ ഇടാം, നല്ല സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം സ്വിഫ്റ്റ് പോലത്തെ ബസ്സുകളുണ്ട്, അതൊക്കെ നല്ലതാണ്. അതോടൊപ്പം തന്നെ ഓർഡിനറി ബസ്സുകൾ ഇട്ട് കൊടുത്താൽ മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനപ്രദം ഉണ്ടാവുള്ളൂ. എന്നാൽ മറ്റൊരു ഗൗരവതരമായ കാര്യം കൂടി ഇതിലുണ്ട്. അതായത് സൂപ്പർ ഫാസ്റ്റുകളുടെ എണ്ണവും പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അങ്ങനെ നിങ്ങൾ സുഖിച്ചു പോകേണ്ടതില്ല. നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ മൊത്തം പണ്ടത്തെ സിനിമ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഹൗസ്ഫുള്ളിൽ നിന്ന് കാണുന്ന ഒരു, ഞങ്ങൾ നിന്ന് കണ്ടോളാം എന്ന് പറയുന്നത്, ഞങ്ങൾ എവിടെയെങ്കിലും നിന്നോളാം എന്ന രീതിയിൽ ആൾക്കാർ കയറുന്ന ഒരവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 5 രൂപയാണ് മിനിമം ചാർജ്. കർണാടകയിൽ അത് 7 രൂപയാണ്. അധികം സൗജന്യം സ്ത്രീകൾക്ക് 200 കിലോമീറ്റർ സൗജന്യമാണ്. കർണാടകയിലും അതെ, തമിഴ്നാട്ടിലും അതെ, ഡൽഹിയിൽ അങ്ങനെയാണ്. അതെ, പല സ്റ്റേറ്റുകളിലും അങ്ങനെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ശബരിമല സീസണായി, അപ്പോൾ സ്പെഷ്യൽ ചാർജാണ് അവിടെ വരുന്നത്. 18 കിലോമീറ്ററിന് മേടിക്കുന്നത് സാധാരണ നിരക്കിന്റെ 4, 5, 8 ഇരട്ടിയാണ് വാങ്ങിക്കുന്നത്. അത് ഒരു ഇല്ലീഗലായ ഒരു മാറ്ററാണ് എങ്കിൽ പോലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പ്രധാന സംഭവം, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയം എന്തുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നില്ല? അല്ലെ, മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് കണ്ടെത്തേണ്ടതും ഇതിലാണല്ലോ. അവർ വന്നാൽ ഇത് തന്നെ ചെയ്യണമെന്നത് കൊണ്ടാണ് ഇതിന്റെ യൂണിയനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ട് കൂട്ടരുടെയും ലക്ഷ്യം. വേറെ ആരും ജനങ്ങളുടെ സേവനം, ജനങ്ങൾക്ക് കൊടുക്കുന്ന സർവീസൊന്നും ഇതിനകത്ത് മെയിനായിട്ട് വരുന്നില്ല. യൂണിയനെ സംരക്ഷിക്കുക. അപ്പം ജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കേണ്ട ഒരു സംവിധാനം എങ്ങനെ അവരെ നന്നായിട്ട് അവരുടെ പോക്കറ്റിലെ പൈസ അവർ പോലും അറിയാതെ കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്നു. അവിടെ ചെലവ് ചുരുക്കലില്ല,
മറ്റെന്തെങ്കിലും സംവിധാനങ്ങളെ കറക്റ്റ് ചെയ്ത് ലാഭകരമാക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പ്രവർത്തനം പഴയപടിയാണ്. പക്ഷേ ഈ ഒരു പുതിയ സംവിധാനം നമ്മളറിയാതെ നമ്മളുടെ പണത്തെ ചോർത്തിക്കൊണ്ടിരിക്കും.